Good afternoon. Good afternoon, ma'am. Good afternoon. Breakfast ഒക്കെ കഴിച്ചു. Lunch. Have you had your lunch? Correct. പഠിച്ചു അങ്ങനെ അല്ലേ? Yes, ma'am. Have you had your lunch? Yes, ma'am. Yes. Ma'am, belated happy Teachers Day. Oh, thank you. ഞാൻ വിചാരിച്ചു മറന്നു. ഇന്നലെ എല്ലാവരോടും പറയാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാവരും. ഇന്നലെ ആതിര മിസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ആക്റ്റീവ് ആണോ എല്ലാവരും? ഫസ്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. അതെ മാം, ആക്റ്റീവ് ആണ്. യെസ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് നമ്മൾ ഏകദേശം ഒന്ന് എവിടേക്കോ എത്തി അല്ലേ? കുഴപ്പമില്ലാണ്ട് മനസ്സിലായി എല്ലാവർക്കും? കുഴപ്പമില്ല. ഇനിയിപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ഒന്ന് നോക്കിയാലോ? ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എന്തെടുക്കുകയാണ്? I'm listening. I'm studying. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കും. അങ്ങനെയാണോ ചോദിച്ചത്? ഓക്കെ. What are you doing now? What are you doing now? അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാലോ, what are you doing now? I'm studying. I'm studying. I'm listening. I'm learning. Whatever you can say. Yeah. Then അവൻ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? What is he doing now? What is he doing now? ആരും എല്ലാവരും പറയും കാരുണ്യം മാത്രം ആക്റ്റീവ് ആണെന്ന് ഞാനിപ്പോ പറയും. എവിടെ പോയി? ബാക്കി എവിടെ പോയി ചോദിക്കൂ. കാരുണ്യം ഇവരൊക്കെ എവിടെ? What he is doing now? ആരും പറയുന്നില്ല. ഓരോരുത്തർ വരുന്നേ ഉള്ളൂ ക്ലാസ്സില്. കുറച്ച് വെയിറ്റ് ചെയ്യാതെ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. എല്ലാരെയും ജോയിൻ ചെയ്യട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് എല്ലാവർക്കും? അതെ മാം, സുഖാണ്. ക്ലാസ് എങ്ങനെ പോകുന്നു? അടിപൊളിയാ. അടിപൊളിയാണ്. ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ പോകുന്നു? അത് അടിപൊളിയാ, വളരെ നന്നായി പോകുന്നു. ഓക്കെ, കാരുണ്യക്ക് മാത്രമേ അങ്ങനെ അഭിപ്രായമുള്ളൂ, ബാക്കി അറിവില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നല്ലതാണ് മാം. പിന്നെന്താണ്, ജോയിൻ ചെയ്തു എല്ലാവരും? അപ്പൊ മാം ഗോയിങ് ഗ്രേറ്റ് എന്ന് പറഞ്ഞൂടെ? ഇംഗ്ലീഷ് ക്ലാസ് ഗോയിങ് ഗ്രേറ്റ് അങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആയി. ചോദിച്ചെന്താണ് അവൻ ഇപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അവൻ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ വരാ? വാട്ട്? What he is doing. എന്താണ്? What he is doing now. ആണോ? ആണോന്ന് വിഷമില്ല. ആണോ? അങ്ങനെ വെച്ചാൽ വാട്ട് ഹി ഈസ് ആണോ വാട്ട് ഈസ് ഹി ആണോ? അതോ
വാട്ട് ഹീസ് ആണോ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ വരുമ്പോ ഈസ് ഫ്രണ്ടിൽ വരില്ലേ? പക്ഷെ പഠിക്കുന്നൊരു കുട്ടിയാണ്. കറക്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ വരുമ്പോ ഈസ് ഫ്രണ്ടിൽ വരും. അപ്പൊ വാട്ട് ഈസ് ഹി ഡൂയിങ് നൗ. വാട്ട് ഈസ് ഹി ഡൂയിങ് നൗ എന്നാ പറയാം. ഓക്കെ, മറക്കരുത്. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെയാ വരാം. അവർ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? What are they doing now? What are they doing now? Okay, ക്ലിയർ ആണല്ലേ? ഇപ്പൊ അവനാണെങ്കിലോ What is he doing now? clear. What is she doing now? What is he doing? Yeah, clear. അവൾ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She is cooking now. She is cooking. Okay, she is cooking Now. നമുക്ക് റൈറ്റ് നൗ പറയാം. ചുമ്മാ അല്ലേ? റൈറ്റ് നൗ എന്ന് പറയാൻ തെറ്റില്ല, റൈറ്റ് നൗ എന്ന് പറയാൻ തെറ്റില്ല. ഓക്കെ, ഒരു പൊലിമിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് റൈറ്റ് നൗ പറയാം അല്ലെ? So she's cooking right now. Okay. Then അവൻ മേശയുടെ അടുത്തിരിക്കുകയാണ്. She is sitting near the table. nearby the table. Nearby. എല്ലാരും പറഞ്ഞോളൂ, കാരണം ഓരോരുത്തർ പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും. കുറച്ച് പേര് പറഞ്ഞു ഷീ ഈസ് സിറ്റിംഗ് നിയർ ദ ടേബിൾ പറഞ്ഞു. he is sitting beside the table. കേട്ടോ, beside വന്നു. ഇനി എന്തൊക്കെയാ വരാൻ നോക്കാം. he is sitting beside the table, sitting near the table, then near the table. Yeah, he is sitting near the table. Okay. ഇതെല്ലാം കറക്റ്റ് ആണ്. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. നിയർ ദ ടേബിളും ബിസൈഡ് ദ ടേബിളും കറക്റ്റ് ആണ്. നിയർ ദ ടേബിള് കുറച്ചുകൂടി നോർമൽ ആണ് അല്ലെ? നോർമൽ ഇംഗ്ലീഷ് ആണ്. ഇതല്ലാതെ വേറൊരു വാക്കുകൾ ഉപയോഗിക്കും. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് മുന്നും പഠിച്ചിട്ടുണ്ട്. ഒരു പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാൻ. ഒരു ക്ലൂവും കൂടെ. ക്ലൂ എന്താ തരാ? എന്നാലും നോക്ക്. ക്ലൂ ഇല്ലാണ്ട് നോക്കി. അത് ക്ലൂ ഇല്ല, ക്ലൂ പറഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും. അച്ചാണോ? അച്ഛന് അരിയുള്ള മീനിങ് ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ എന്തൊക്കെ പറയാം? സിറ്റിംഗ് നിയർ ദ ടേബിൾ, Beside. beside the table, at the table. He is sitting at the table. Okay, ഇത് മൂന്നും കറക്റ്റ് ആണ്. പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ഈ സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ശരിയല്ലേ? സോ കുറച്ച് അത് അഡ്വാൻസ്ഡ് ആണ് പറയാൻ നമുക്ക്. നിയർ എന്നൊക്കെ പറയുമ്പോൾ നിയർ കുട്ടികൾ പറയുന്നതാണ് നിയർ എന്നെങ്കിൽ അല്ലെ? അപ്പൊ നമുക്ക് മറ്റു പറയാം, നമുക്ക് അഡ്വാൻസ്ഡ് ആവും അല്ലെ? സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ത് പറഞ്ഞാലും കറക്റ്റ് ആണ്, അത് മനസ്സിലാക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്നവര്, ഇപ്പൊ കുറച്ചിങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്നവര്, അതിലും അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്നവരും പിന്നെയും അവര് പഠിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആവാൻ വേണ്ടി അല്ലെ? അപ്പോ എന്താണ്, ഇംഗ്ലീഷിൽ തന്നെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഉണ്ട്, നോർമൽ ഇംഗ്ലീഷ് ഉണ്ട്. സോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോർമൽ ഇംഗ്ലീഷ് ആണ്. സോ നമ്മൾ ബിഗിനേഴ്സ് ആണ് അല്ലെ? ബിഗിനേഴ്സ് ആണ്. അപ്പൊ എന്ത് വേണമെങ്കിലും പറയാം. ഇനി ഇത് മറക്കരുത്. ഞാൻ പൂന്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am working in the garden. I'm working in the garden. Okay. I am എന്നൊന്നും പറയണ്ടോ? ഇനി I am ഒന്നും പറയണ്ട. I അല്ല രേഷ്മ, I അല്ല I am പറയും. അപ്പൊ നമ്മൾ I am എന്നൊന്നും എടുത്ത് പറയണം. garden. Okay, I am working in the garden. പറഞ്ഞു നോക്കി. I am working in the garden. ഇംഗ്ലീഷൊക്കെ പറഞ്ഞോണ്ട് പറ. I am working in the garden.
I'm walking in the garden. Yeah, walking. വർക്ക് വരില്ല, അവിടെ ആറ് സൈലന്റ് ആണ്. walking. I'm walking in the garden. എന്ന് പറഞ്ഞെങ്കിൽ I'm walking in the garden. വാട്ടർ, നിങ്ങൾ വാട്ടറിന് എങ്ങനെയാ പറയാ? വാട്ടർ. What? വാട്ടർ അങ്ങനെയാണ് വരുന്നത് പ്രൊണൗൺസിയേഷൻ, ഞാൻ നോക്കിയിട്ടുണ്ട്. വാട്ടർ, വാട്ടറിനെ വരുള്ളൂ. വാട്ടർ. പറയൂ. പ്രൊണൗൺസിയേഷൻ പഠിക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പറയാം. എന്തായിരുന്നു question? വാട്ടർ എന്ന് പറയൂ. വാട്ടർ പറയൂ. Water. വാട്ടർ. Water. പിള്ളേരോട് വീട്ടിലെ മക്കളുണ്ടാവില്ലേ, പറഞ്ഞാൽ മതി. ഞാൻ പറയില്ല, ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണോ അവരോട് പറയും. അവരൊന്നും പറയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. Then ഇനി നിങ്ങൾ മലയാളം പറയാം. നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. മലയാളം പറയും. പ്രസന്റ് കണ്ടിന്യൂസ് പറയാനാണോ മാം? അവൻ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായത്രി, അവർക്ക് നമ്മളെക്കാൾ ഇംഗ്ലീഷ് അറിയാം. അത് സത്യമാണ്. നമുക്ക് ഇപ്പൊ അവര് കളിയാക്കിയാൽ അവര് ചീത്തയെങ്കിലും പറയാമല്ലോ, സമാധാനം കിട്ടൂലേ. സോ വേറെ ആരെങ്കിലും പറയാൻ നല്ലത് പിള്ളേരോട് പറയണ്ട. ഞാൻ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടുകട്ടിയായിട്ടുള്ളതൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ എല്ലാവരും. I am going to airport. I'm going to airport. I am going to airport. I'm going to the airport. To the ഒരു ദാ ഇവിടെ വേണം. I'm going to the airport. Yeah. Then ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഷിഫ്നത്ത് ചോദിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു പ്രസന്റ് കണ്ടിന്യൂസ് പറയില്ല. ഞാൻ വിചാരിച്ചത് എന്നോട് ആരും ഷിഫ്നല്ലേ ചോദിച്ചത്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് മിസ്സേ പറയേണ്ടത്. അതായത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അതെ, അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു പറയില്ല. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, പുറത്ത് പോയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പുറത്ത് പോയിട്ടില്ല, അതായത് പുറത്ത് പോവാൻ വേണ്ടിട്ട് നിക്കൂലേ, പുറപ്പെടുകയായിരുന്നു, ആ ഒരു മീനിങ്. ഒരു കാര്യം ചെയ്യാം, വെയിറ്റിംഗ് പുറപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കാത്തിരിക്കുകയാണെന്ന് വേണ്ടി പറയാം. അല്ലാണ്ട് പുറപ്പെടുകയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ലേ? അതായത് വീട്ടിൽ നിന്ന് എങ്ങടേലും ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അപ്പൊ ഇംഗ്ലീഷും പറയൂ. ആലോചിക്കട്ടെ. പുറപ്പെടുകയായിരുന്നു പറയുമ്പോ പാസ്റ്റ് കുറച്ചുകൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പം കണ്ടിന്യൂസ് ആവും. പുറപ്പെടുകയാണ്. എന്താണ് എന്താ പറഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നു അവള് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ when I go to her home she is getting ready. She's getting ready to go outside. She's getting ready to go outside. എന്താ പറഞ്ഞേ? ഞാൻ മലയാളം എന്തായിരുന്നു? ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വേണ്ടായിരുന്നു. അപ്പോ when I get to her, when I go to her home, at that time she is getting ready to go outside. പറയൂ, ഇനി ആരാ പറയൂ, ഇതിന്റെ ഇംഗ്ലീഷ് പറയൂ. ഇതിപ്പോ ഞാനൊരു ആരാ ഗായത്രി കമന്റ് ചെയ്ത് വായിച്ചതാണ്. പിന്നെ രേഷ്മ, she's getting go to outside when I am
വെന്റ് there. ഇല്ല രേഷ്മ മിസ്റ്റേക്ക് ആണ്. വെന്റ് വരില്ലടാ. വെന്റ് വരില്ല. വെന്റ് എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ആണ്. അതല്ല ഗെറ്റിംഗ് റെഡി പറയാം. അതല്ല സെന്റൻസിൽ നിന്ന് തിരിച്ചു തന്നെയാണ് നല്ലത്. when I am When I go to her house, she is getting ready to go outside. ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ അവള് പുറത്തേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം തന്നെ അത്ര കറക്റ്റ് ആയിരുന്നില്ല. Then കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Children are playing at the ground. In the ground. Children are playing in the ground. എന്താ പറഞ്ഞേ? Children are playing in the ground. മിസ്റ്റേക്ക് ഒന്നുമില്ല അല്ലേ പറഞ്ഞതില്? കറക്റ്റ് ആണ്. അറിയില്ല, മിസ്റ്റേക്ക് ഉണ്ടോ? പിന്നെ മിസ്റ്റേക്ക് ഇല്ലേ? At the ground ആണോ? അത് തന്നെ. On the ground. അത് തന്നെ, ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് സർഫേസ് അല്ലേ? അതിനെ Okay. ഇനി എന്താ? കാരുണ്യൊക്കെ അറിയാവുന്നവർക്കാണ് കാരുണ്യ മലയാളം പറയണം. എന്താ മലയാളം? ഇംഗ്ലീഷ് അറിയാവുന്നതിന്റെ അത് അല്ല, ഞാൻ ആലോചിക്കുക മലയാളത്തിൽ എന്താ പറയേണ്ടത് ഇങ്ങനെ ആലോചിക്കുക. കണ്ടിന്യൂ അല്ലേ? കണ്ടിന്യൂ ആവുമ്പോ കൊറേ കിട്ടും. അവള് ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. അവള് ടിവിയില് ഇന്ന് ഷോ കണ്ടോണ്ടിരിക്കുകയാണ്. സ്റ്റാർ സിംഗർ കണ്ടോണ്ടിരിക്കുകയാണ്. She is watching Star Singer on the TV. പറയൂ, ഒരാളെ മാത്രം പറയുന്നത്. in TV. She's watching Star Singer Program on TV. Yeah, she's watching Star Singer on the TV. On the TV. Okay, correct ആണ്. പഠിക്കുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഓണസ്റ്റ് ആയിട്ട് പറയൂ. അതെ മാം. എല്ലാവർക്കും എന്ത് തോന്നുന്നു? എല്ലാവർക്കും പറയൂ. ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നിങ്ങള്? കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റിങ്ങനെ ചെയ്യും. എനിക്ക് അറിയാലോ. അടുത്തൊരു മലയാളം പറയും. നാളെ രാവിലെ അവർ വരുമ്പോഴേക്കും നമുക്ക് കുക്കിംഗ് ചെയ്ത് തീർക്കാം. അത് വരില്ല, അത് ഈ ടെൻസിൽ വരില്ല. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ, പ്രസന്റ് നടക്കുന്ന കാര്യങ്ങൾ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. I am making chapati for breakfast. ഞാൻ കുക്കിംഗ് എന്നാ വിചാരിച്ച. അപ്പൊ കുക്കിംഗ് വരുമ്പോഴും ശരിയാ തന്നെ ആവില്ലേ മാം? കുക്കിംഗ് ശരിയാ, മേക്കിംഗ് ശരിയാ. ഇതിൽ ഞാൻ പറയാം, അഡ്വാൻസ്ഡ് ഉണ്ട്, നോർമൽ ഉണ്ട്, അത്രയുള്ള വ്യത്യാസം. പ്രിപ്പയറിംഗ് കണ്ടോ? പ്രിപ്പയറിംഗ് വന്നു, അവിടെ പ്രിപ്പയറിംഗ് വന്നു, മേക്കിംഗ് വന്നു, കുക്കിംഗ് വരും. പിന്നെ എന്തൊക്കെയാ വരാ? കറക്റ്റ് ആണ്, പക്ഷെ എല്ലാം കറക്റ്റ്. Chapati for my breakfast. Yeah, I'm making chapati for breakfast. I'm preparing chapati for breakfast. I'm cooking chapati for breakfast. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായല്ലോ, എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇതില് ഏറ്റവും ബെറ്റർ ഏതാ? മേക്കിംഗ്. മേക്കിംഗ് പ്രിപ്പയറിംഗ് കുഴപ്പമില്ല, പക്ഷെ കുക്കിംഗ് മൂന്നാമതാവില്ല. ഓക്കെ, ഉണ്ടാക്കുക, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കുക She is going to horse ride. എന്തോ? She is going to horse ride.
She is going to horse ride. റൈഡ് ചെയ്യാൻ പോവുകയാണ്. Yeah. Then മലയാളം അവൻ ഫോണിൽ ഗെയിം കളിക്കുകയാണ്. He is playing game. Playing games on the phone. On phone. On ദാന്ന് ഉപയോഗിച്ചോണ്ട് കുഴപ്പമുണ്ടോ? എല്ലാരും പറയട്ടെ, പല പല കമന്റ് വരും, നോക്കാം നമുക്ക്. പറയൂ. She is playing a game in phone. In the phone. മാം സോഷ്യൽ മീഡിയ, ഫോൺ അതൊക്കെ ഓൺ അല്ലേ വരിക? കറക്റ്റ് ആണ്. She is playing a game എന്ന് പറയാം. ഗെയിംസ് a game ആണ്. ഒരു ഗെയിമല്ലേ നമ്മൾ കളിക്കുള്ളൂ, ലോങ് ഗെയിം നമ്മൾ കളിക്കുള്ളൂ. ഒരു ഗെയിം എന്ന് പറയാം. Okay. She is playing a game on her phone. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴേ ഇതൊന്നും എടുത്ത് പറയണ്ട. She is playing a game എന്ന് പറയണ്ട. അപ്പോഴാണ് ഒരു കേൾക്കുമ്പോ ഒരു മിസ്റ്റേക്ക് വരാം. ആ ഏതാണ് കൂട്ടിയെന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ എഴുതുമ്പോ കറക്റ്റ് നമുക്ക് എഴുതാം. She is playing a game on the phone എന്ന് പറയാം. എഴുതുമ്പോ ആ എ അവിടെ വരും. പക്ഷെ പറയുമ്പോ ആ എ ആരും കേൾക്കില്ല പറയുമ്പോ. മനസ്സിലായോ? ആ രീതിയിലൊന്നും പറയാൻ നോക്കിയേ. She is playing a game on the phone. She is playing a game on his phone, on her phone. On her phone. Yeah. അത് മാത്രല്ല, എ അല്ല പറയാ, എന്താ പറയാ, എ അല്ല. Okay. അങ്ങനെയും ഇവിടെ വ്യത്യാസം. കണ്ട, അങ്ങനെ വരാം. മനസ്സിലായോ? Playing a game. എ വരില്ല. എ നമുക്ക് പറയണ്ട, അത് നമ്മുടെ മലയാളത്തിലെ എ ആണ്. എ വേണ്ട. അഗെയിൻ കണ്ടോ, എന്നൊരു. She is playing a game on the phone. കിട്ടിയോ? Okay. പറഞ്ഞു നോക്കി എല്ലാവരും പറയും. She's playing a game on the phone. Again. Okay. Okay. She's playing a game on the phone. Correct ആണ്. അടുത്തത്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. It's raining now. On the spot-ൽ വന്നണ്ട. എല്ലാവരും on the spot-ൽ വരണം. അവൾ കുറച്ചു നേരമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. She's crying since He's crying for a while. For a while. She's carrying Gayatri spelling mistake ഉണ്ട്. She's crying for a long time. വന്നു. Then A while എന്ന് പറയാൻ പറ്റുമോ മാം? എന്തോ For a while എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയാം, എല്ലാവരും പറയട്ടെ. Sorry, okay. She's crying for. അപ്പൊ മാം അന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് ബീൻ എ വൈൽ ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അവള് കുറച്ചു നേരമായി കരയുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയാ വരാം? നിങ്ങൾ ഓരോന്നോരോന്ന് പറയൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. She has been crying for some time. She is right going to PSC. അയ്യോ, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതൊന്ന് പറയൂ. അപ്പോ അവൾ കുറച്ചു നേരമായി കരയുകയാണ്, അങ്ങനെയല്ലേ പറഞ്ഞേ? അതെ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യൂ. She is crying for a long time. She's crying for a while. അല്ലെങ്കിൽ ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് ഷീ സ്റ്റാർട്ടഡ് ടു ക്രൈ അങ്ങനെ എന്തെങ്കിലും. ഇതിലെന്താ കുഴപ്പമെന്നറിയോ? ഈ സെന്റൻസ് പറയുമ്പോൾ കറക്റ്റ് ആണ്, പക്ഷെ ഇത് ടെൻസ് വ്യത്യാസം വരും. അങ്ങനെ ഒരു കാര്യം മനസ്സിലായോ? ഇപ്പൊ അവൾ കുറച്ചു നേരമായി കരയുകയാണ്. സോ
ഇത് തുടങ്ങിയത് പാസ്റ്റിലാണ്. വരെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടെൻസ് ഏതാണ് പ്രസന്റിലുള്ളത്? പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതിലേക്ക് വരും. ഓക്കെ. അപ്പൊ എന്താ വരാന്നറിയോ? അവൾ, ഇത് സബ്ജക്ട്, അവൾ കുറച്ചു നേരമായി കരയുകയാണ് എന്നാണ്. അപ്പൊ ഇതിൽ സബ്ജക്ട് അവളാണ് അല്ലെ? അവൾ വരുമ്പോ എന്താ വരണ്ടേ? ഷീ. ഷീ ഹാസ് ബീൻ ക്രൈയിങ്. അങ്ങനെ വരും. ബീൻ വരും. മനസ്സിലായോ? പാസ്റ്റിൽ നടന്ന കാര്യം പ്രസന്റിന് കണ്ടിന്യൂ ചെയ്യുമ്പോ ബീൻ വരും അവിടെ. ഷീ ഹാസ് ബീൻ. പിന്നെ ing ഫോം ഇടാം. കണ്ടിന്യൂസ് അല്ലേ? ing ഫോം ഇടാം. ഷീ ഹാസ് ബീൻ ക്രൈയിങ്. അപ്പോ കുറച്ചു നേരം സം ടൈം. ഷീ ഹാസ് ബീൻ ക്രൈയിങ് ഫോർ സം ടൈം. അവൾ കുറച്ചു നേരമായി കരയുകയാണ് അല്ലെ? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഉദ്ദേശിക്കുന്നത് അല്ലെ? മനസ്സിലായോ? ആ ടെൻസ് മാറി. ഇനി അടുത്തൊരു മലയാളം പറയൂ. മലയാളം കണ്ടുപിടിക്കാൻ പാടാണ് മാം. ഇപ്പൊ ക്രൈ ഫോർ ലോങ് ടൈം എന്ന് പറയുന്നത് തെറ്റില്ല കേട്ടോ. അതൊന്നും തെറ്റല്ല. കിച്ചണിൽ നിന്നും നല്ല മണം വരുന്നുണ്ട്. വരുന്നു. വരികയാണ്. വരികയാണെന്ന് നല്ലതല്ലേ? And I smell coming from the kitchen. Yummy. നല്ല മണം വരുന്നുണ്ട് അല്ലേ? നല്ല മണം. Nice smell. Yummy, tasty smell. It's a smell coming from the kitchen. ഉറപ്പിച്ചോ? എന്താ പറഞ്ഞേ? ഗുഡ് സ്മെൽ. അതല്ല ഉദ്ദേശിച്ചത്. Coming from the kitchen. Smell coming from the kitchen. ഓക്കെ, കറക്റ്റ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ പറയാൻ പറ്റുമോ? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയാൻ പറ്റുമോ? There is a nice smell coming from the kitchen. There is nice smell from the kitchen. Then അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട് അല്ലെ? വരികയാണ്. സ്മെൽസ് ഫ്രോം ദ കിച്ചൺ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. വേറെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? കഴിഞ്ഞോ? ഇത്രേ പറയാനുള്ളോ? Good smell coming from the kitchen. It smells very delicious in the kitchen. ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ആണ്. കൺഫ്യൂഷൻ ആവണ്ടേ? കറക്റ്റ് ആണ്. The kitchen smelling good. Kitchen smells good. അതാ വരാം. അഞ്ചു കറക്റ്റ് ആണ്. അഞ്ചു പറഞ്ഞ കറക്റ്റ്. The kitchen smells good. അപ്പൊ ഇതില് ഈ സെന്റൻസിൽ തന്നെ വരുമോ മാം? അപ്പം സ്മെൽസ് ഗുഡ് പറയുമ്പോ എല്ലാം കറക്റ്റാ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് നല്ല ഗുഡ് സ്മെൽ കമ്മിങ് ഫ്രം ദ കിച്ചൺ എന്ന് പറയുമ്പോൾ അത് ഡീറ്റെയിലിംഗ് ആണ്. മനസ്സിലായോ? കിച്ചണിൽ നിന്നും നല്ല മണം വരുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ തന്നെ മറിച്ചു. കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് അടുക്കളയിൽ നല്ല മണം എന്ന് പറയില്ല നമ്മള്. പറയില്ല. അത്രയേ ഉള്ളൂ. അതും നമ്മൾ അങ്ങനെ പറയുന്ന മലയാളമാണ്. സോ ദ കിച്ചൺ സ്മെൽസ് ഗുഡ് അങ്ങനെ പറയും. ഓക്കെ, നമ്മള് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ വരില്ലേ? സ്മെൽസ് ഗുഡ് സ്മെൽസ് ഫ്രം ദ കിച്ചൺ എന്ന് പറയുന്ന നേരം കൊണ്ട് ഇത് പറഞ്ഞു തരും അല്ലേ? കിച്ചൺ സ്മെൽസ് ഗുഡ്. അതാണ് പറയുന്നത് അഡ്വാൻസ്ഡും നോർമലും.
ഇനിയിപ്പോ അഡ്വാൻസ്ഡ് മതി മിസ് എന്ന് പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലായി. നിങ്ങളും പറഞ്ഞ തെറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞ തെറ്റില്ല, കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ്. സിമ്പിൾ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഞാനിത് പറഞ്ഞു. അഡ്വാൻസ് പറയുമ്പോ കുറെ ഗ്രാമർ ഒന്നും നോക്കണ്ട. അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു സംസാരിക്കുമ്പോൾ ഗ്രാമറിന് ആവശ്യമില്ല, പറയുന്നത് മനസ്സിലായാൽ മതി. നിങ്ങൾ വേർഡ്സ് പഠിക്കണം, മെയിൻ ആയിട്ട് വേർഡ്സാ പഠിക്കണ്ടേ. പക്ഷെ ടെൻസ് ഇനി അറിഞ്ഞിരിക്കണ്ടേ, ഇനി എന്ത് പഠിക്കാനും ടെൻസ് ഒക്കെ അല്ലേ? പ്രായമായി ടെൻസ് പഠിക്കാൻ പോകും അല്ലേ? കുറച്ച് ടെൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. മെയിൻ ആയിട്ടത് പിള്ളേർക്ക് പറഞ്ഞത് കാലം അല്ലേ? അങ്ങനെയാണോ? എല്ലാവരും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? വലിയ പിള്ളേരാണോ? കുഞ്ഞു വാവകളാണോ? കുട്ടികളായിട്ട് മൂന്നിലും ഏഴിലും പഠിക്കണേ. 3 7 കാരണേടോ? കുട്ടികളായിട്ടില്ല മാം. പിള്ളേരില്ല. സ്റ്റാൻഡേർഡ് ആണോ? ഇതൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് നമ്മളോട് ഇംഗ്ലീഷിൽ പറയും, അത് വേറെ കാര്യം. എന്നാലും ഫ്രണ്ട്സൊക്കെ ഇനി എവിടെയെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാലോ. LKG UKG. ഓക്കെ, അപ്പൊ ഇനി അടുത്ത മലയാളം പറയും. 9th 7th ഓക്കെ. വലിയ പിള്ളേരാണ്. ഫ്ലൈറ്റ് നോർത്ത് ഡയറക്ഷനിലേക്കാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ? ഫ്ലൈറ്റ് നോർത്ത് ഡയറക്ഷനിലേക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. The flying on the north direction. ഓൺ വരുമോ? അറ്റ് വരുമോ മാം? To the north direction. To the north direction. The flight is flying to the north direction. സിമ്പിൾ. ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ? Flight is flying in the north direction. ഇന്ത്യനല്ല, 2 words. The flight is flying. Flying to the north direction. 2 words. Yeah, correct. The flight is flying to the north direction. ഞാൻ അഡ്വാൻസ്ഡ് ആണോ ചോദിക്കും. അഡ്വാൻസ്ഡ് ആണോ? അഡ്വാൻസ്ഡ് വേണ്ട, അതൊന്ന് പറഞ്ഞോ. അഡ്വാൻസ്ഡ് ആണോ പിന്നെ പഠിക്കാം. അടുത്ത മലയാളം. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. Earth rotating around the sun. Earth rotating around the sun. Correct ആണോ? Earth is rotating around the sun. Earth is rotating around the sun. കറക്റ്റ് ആണോ? ആരായത്? ഗായത്രി കറക്റ്റ് ആണോ? Earth revolves around the sun. Earth rotating around the sun. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നല്ലേ? അപ്പം റൊട്ടേറ്റിംഗ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ അല്ലേ? നമുക്ക് അഡ്വാൻസ്ഡ് ഒന്നും വേണം. Earth is rotating പറയാം. റിവോൾവ് പറയാം. ഓണോ? ഓണിന്റെ ആവശ്യം ഇല്ലല്ലോ കീർത്തി. The earth revolves around the sun. സർഫസ് ആകുമ്പോ ഓൺ വരത്തില്ലേ? എന്തോ? സർഫസ് ആകുമ്പോ ഓൺ വരത്തില്ലേ? സർഫസ് ഇവിടെ വരുന്നില്ലല്ലോ. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്നാ പറയുന്നേ. സർഫസ് ഇല്ല. മലയാളം അതല്ലേ? സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ എർത്ത് ഈസ് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല.
ഓക്കെ, യൂസ് ചെയ്താലും തെറ്റില്ല. The earth rotating around the sun. കറക്റ്റ് ആണ്. റിവോൾട്ട്സ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? Yes. ക്ലിയർ. ഇനി മലയാളം വേണോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നെ സംസാരിക്കുമോ? അപ്പൊ ടോപ്പിക് ആണ്. എന്താണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു അല്ലേ? അപ്പോ അതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, എക്സ്പീരിയൻസോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? അല്ല, യുവർ ഫേവറേറ്റ് ടീച്ചർ, saying about your experience from school time or college time, whatever you can say. എന്തെങ്കിലും സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കൊക്കെ ആയിരുന്നു. ഫേവറേറ്റ് ടീച്ചർ ഏതാണെന്നുള്ള എന്താ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ? ഞാൻ മറക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ? കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവും, ആർക്കെങ്കിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സംസാരിക്കൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ വിവേക് സാർ എന്ന് പറഞ്ഞ സാറാണ് സുവോളജി എടുത്തത് +2. സാറ് നല്ലോണം പഠിപ്പിക്കുക ചെയ്യാൻ എന്ത് കാര്യമെങ്കിലും സപ്പോർട്ട്, ഇപ്പൊ ആർട്സ് പരമായിട്ട് എന്തുണ്ടെങ്കിലും പൊക്ക അങ്ങനെ നല്ല സപ്പോർട്ടുള്ള സാറാ. അത് ഞാനും പിന്നെ ഭയങ്കര സ്ട്രിക്റ്റാ, ക്ലാസ് ഒക്കെ നല്ല രസാ, അങ്ങനൊക്കെ. എല്ലാരും സാറെല്ലാരും അധികം ഇൻഫ്ലുവൻസ് ആവും. സാറിനോട് കുറച്ചു നേരം സംസാരിച്ചാൽ മതി, അപ്പൊ തന്നെ ഇൻഫ്ലുവൻസ് ആവും സാറിന്റെ ക്യാരക്ടർ കൊണ്ട്. അപ്പൊ ഷികയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി ആരാ? മാം ലാസ്റ്റ് ഇതൊക്കെ ഇംഗ്ലീഷ് പറയിപ്പിക്കാനാണോ? പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ? അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്താണ്. സോ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാം. ഞാൻ ആരും വേണ്ടില്ല, കാരുണ്യൊക്കെ പോയി. മാം എല്ലാരും പറഞ്ഞോട്ടെ, ഞാനൊക്കെ എപ്പോഴും സംസാരിക്കുന്നതല്ലേ, അപ്പൊ ഞാൻ കുറച്ചെന്തായതാ അവരൊക്കെ സംസാരിച്ചോട്ടെ. നോക്കണ്ട, സംസാരിക്കാൻ താല്പര്യമുള്ളവര് സംസാരിക്കാം. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോ ഒരു അവസരം കിട്ടാമെന്നോ അപ്പൊ സംസാരിക്കണം. ഓക്കെ, മലയാളത്തിൽ പറയും. ആദ്യം രഞ്ജിയുടെ മലയാളത്തിൽ പറയും എല്ലാവരും, എന്നിട്ട് ഇംഗ്ലീഷ് പറയും. ഇപ്പൊ കുറച്ചുപേരൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടോ? ഗായത്രി പ്രിപ്പയർ ചെയ്യാണോ? ഓക്കെ, ഗായത്രിക്ക് മനസ്സിലായി, ടാസ്ക് ആണെന്ന് മനസ്സിലായി. ഞാൻ വേറെ വലിയ ടോപ്പിക് പറയായിരുന്നു, ഇതൊന്നും ഓർമ്മ പോലും വരുന്നു. ഓക്കെ, ടോപ്പിക് വേണ്ട, ഇഷ്ടായില്ല ടോപ്പിക്, ഇഷ്ടായില്ല. എന്നൊരു ടോപ്പിക് പറയൂ, സിമ്പിൾ ടോപ്പിക്. ഷിഫാനത്തിനോട് എടുത്താൽ മതി, ടോപ്പിക് പറയാൻ ഭയങ്കര പിടിക്കാം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ മതി, എല്ലാരും പഠിച്ചിരിക്കുന്ന സാധനമായിരിക്കും. എന്തോ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ മതി, എല്ലാരും പഠിച്ചിരിക്കുന്ന സാധനമായിരിക്കും ഇന്റർവ്യൂ. ശരിയാ, നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ശരിയാ, എന്തോ സെൽഫ് ഇൻട്രോ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ ഗായത്രി? ചെയ്തല്ലോ ഞാൻ. ചെയ്തു മാം, ഫസ്റ്റ് വന്നപ്പോ കുറച്ച് ഇല്ലായിരുന്നു, അതാ ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നിട്ടില്ല തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. എന്നാ സെൽഫ് ഇൻട്രോ പറയൂ, എന്തൊക്കെയൊക്കെ പറയൂ. സെൽഫ് ഇൻട്രോ ആരാ പറയാ? ടോപ്പിക് പറഞ്ഞു കുട്ടിയെന്ന് പറയട്ടെ, ഷിഫാനത്ത് തുടങ്ങി വെച്ചോളൂ. ഞാനത് പ്രിപ്പയർ ആയിട്ടില്ല. സെൽഫ് ഇൻട്രോ പറയുന്നുണ്ടോ ആരെങ്കിലും? ഗായത്രി പറയുന്നുണ്ടോ? വേണ്ട മിസ്സേ, വേണ്ട, ക്യാൻസൽ ചെയ്തു. ഒരു ടോപ്പിക്കും പറയില്ല, ഒന്നും പറയില്ല. ടോപ്പിക് പറയൂ എന്തെങ്കിലും ആരെങ്കിലും. ഓണത്തിനെ പറ്റി പറയാൻ പറയും മാം, ഇനി ഓണല്ലേ വരുന്നേ? ഇനി അടുത്ത ആഴ്ചയും പറയാതെ. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ലല്ലോ. ഓണം, ഓണമെങ്കിൽ ഓണം പറയൂ. ഓണം today we are going to talk about
topic is Onam. So speak up one by one. Onam is the great festival in our state. We are celebrating Onam in the Chingamasam. Starts from Attam. We put starts from Attam. We put Ona Pookalam with flowers, lot of flowers. It's a colorful, vibrant festival. We have Pulikali, Vallangali. അതൊക്കെ അങ്ങനെ തന്നെയല്ലേ. we do തിരുവാതിരക്കളി with our group, with we are Setmund. അങ്ങനെയൊക്കെ പറഞ്ഞു ഇതെന്തൊക്കെയോ ആവുന്നുണ്ടല്ലോ. പിന്നെന്താ അത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞു വന്നാലേ ഇമ്പ്രൂവ്മെന്റ് അല്ലേ? പൂക്കളം കോമ്പറ്റീഷൻ We conduct Pookalam competitions, lemon spoon, musical chair, and Attapookalam Malsaram. First day of Attam to 10 days we put Pookalam on our houses. The Maveli, we think that the Maveli is a വിഷ്ണുവിന്റെ അവതാരമാണെങ്കിൽ എങ്ങനെ പറയാം? ലോർഡ് വിഷ്ണുസ് അവതാരം. Coming on Onam to visit us. We are ഇങ്ങനെ പറഞ്ഞോളൂ, the festival is celebrated to welcome the King Mahabali. അങ്ങനെ പറയാം. ഇങ്ങനെയും പറയാം. അല്ല അതിപ്പം ആലോചിച്ചിട്ട് പറയുമ്പോ പറയല്ല, പെട്ടെന്ന് ഉണ്ടാക്കി പറയുമ്പോ വരില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടാണ്. അല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറയാം. ഒരു സാധനം തന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടിയും കുഴപ്പമില്ലാതെ കിട്ടും. കാരണം ഓൺ സ്റ്റേജ് പറയാൻ പറയുമ്പം കുറച്ചിങ്ങനെ ആലോചിക്കും വേണം. അതിന്റെ ഒപ്പം ഇതിന്റെയൊക്കെ അത് മീനിങ്ങോ നമ്മളൊക്കെ അത് അറേഞ്ച് ചെയ്ത് വരുമ്പം ഓർഡറൈസ് വരുമ്പോ കുറച്ച് സമയം പിടിക്കും. അതങ്ങനെ നമ്മള് ഒരുപാട് വായിക്കണം എന്ന് പറയില്ല. ഇംഗ്ലീഷും വായിക്കുകയും വേണം, കേൾക്കുകയും വേണം. അപ്പൊ കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയുമ്പോ വേഗം കിട്ടും. ഇതിപ്പോ മലയാളം ആയാലും എന്തല്ലേ, നമുക്ക് ബുക്ക് വായിക്കും തോറും നമുക്ക് എന്ത് വായിക്കും തോറും എന്ത് കേൾക്കും തോറും അറിവ് കൂടെയുള്ളൂ. ഓരോ പുതിയ പുതിയ വാക്കുകൾ നമുക്ക് കിട്ടും, നമ്മളത് യൂസ് ചെയ്യും. അത് തന്നെയാണ് ഇംഗ്ലീഷ്. നമ്മ എന്തോരം പഠിച്ചാലും ഉണ്ടല്ലോ, നമ്മ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോ വളരെ ചെറിയൊരു കാര്യമാവും, പക്ഷെ അതുപോലും നമ്മുടെ വായിൽ വരില്ല. നമ്മുടെ വായിൽ പെട്ടെന്ന് മലയാളം വന്നു പോകും. അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പെട്ടെന്ന് ഇംഗ്ലീഷ് അറിയാം, നമ്മുടെ വായിൽ ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും, അതുപോലും വായിൽ പെട്ടെന്ന് മലയാളമാണ് വരാ, ഇംഗ്ലീഷ് പെട്ടെന്ന് വരില്ല. അതാണ് നമ്മള് സംസാരിച്ച് ഒന്ന് റെഡി ആക്കണം. കുറച്ച് കോഴ്സ് എന്തായാലും കുറച്ച് ടൈം ഉണ്ടല്ലോ, റെഡി ആക്കാം. ഇപ്പൊ കുറച്ച് കാരണക്ക് കുറച്ച് മാറ്റം വന്ന് തോന്നുന്നുണ്ടോ? ഷിഫ്റ്റിന് തോന്നുന്നില്ലേ? കുറച്ചെങ്കിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത പോലെയല്ലേ ഇപ്പൊ, അല്ലേ? വ്യത്യാസമുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോ പരമാവധി അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ചില ഓർക്കാപ്പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വായില് മലയാളം വന്നു പോകും. അല്ലാണ്ട് കുറച്ചു നേരം നിന്ന് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്നൊക്കെ ചോദിക്കുമ്പോ കയ്യിന്ന് പോകും. അതന്നെ. അത് വളരെ ചെറിയ കാര്യമായിരിക്കും, അതുപോലും പെട്ടെന്ന് ചോദിക്കുമ്പോ ബ്ലാങ്ക് ആവും. പണ്ടൊക്കെ സായിപ്പൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന വഴി ചോദിക്കും, അല്ലെ? നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. വഴി അറിയാം, പക്ഷെ ബ്ലാങ്ക് ആയി പോകും, പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് നമ്മൾ വഴി ഇങ്ങനെ പറയായിരുന്നു, അപ്പോഴേക്കും വരും. മനസ്സിലായോ? അതാണ് ബ്ലാങ്ക് ഔട്ട് ആയോന്നാണ്. ഫുള്ള് ടെൻഷൻ കയറുമ്പോഴാണ് നമ്മൾ ബ്ലാങ്ക് ഔട്ട് ആയി പോണേ. മനസ്സിലായോ? അതേ ഉള്ളൂ. അതാ ഒരു മാറ്റിയെടുക്കണം. സംസാരിച്ച് മാറ്റിയെടുക്കണം നമുക്ക്. ഓക്കെ. പക്ഷെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഇംഗ്ലീഷ്
സംസാരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. അത് വേറൊരാളുടെ ശരിയാ. മുന്നിൽ സംസാരിക്കുമ്പോഴാണ് ആ പ്രശ്നം. അതെന്താണ് ആരും കേൾക്കാനില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ പറയുന്നേ, കൊണ്ടത്തിക്കാരെ നമ്മങ്ങനെ നിൽക്കുന്നുള്ളൂ. അതാ അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, എന്നോട് പറയുമെന്ന് പറഞ്ഞതാ, സംസാരിക്കാൻ എന്നോട് കുറച്ചുകൂടി കോൺഫിഡൻസ് വരും. ഓക്കെ, ഞാനിപ്പോ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെയും ബ്ലാങ്കോട്ടായിരിക്കും. ഇത് ഞാനിവിടെ മിണ്ടാതിരുന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും പറയും. മനസ്സിലായോ? അങ്ങനെ പറയൂ. പിന്നീട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ആരാ പറയാ? ഗായത്രി പറയൂ. ഓണമാണോ? ഓണം. ഓണല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാം മാം. ഈ ടോപ്പിക്കിനെ മാറ്റണം. വിഷു ഓണം കഴിഞ്ഞ് വിഷു. അല്ലെങ്കിൽ ക്രിസ്മസ് ആയിക്കോട്ടെ, ഗായത്രി പറഞ്ഞോളൂ. ക്രിസ്മസ് ക്രിസ്മസ് ഡിസംബറിൽ. എഡ്യൂക്കേഷനെ കുറിച്ച് പറയൂ. എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനോ? ഒരു 2 സെക്കൻഡ് ടൈം തരുമോ? ഓക്കെ, വേറെ ആരാ? പറയാനും പറയൂ. ടോപ്പിക് എന്താ? കൊള്ളാം. എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനോ? എഡ്യൂക്കേഷൻ പറഞ്ഞാൽ മതി. എത്ര ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷൻ? ഒക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണ്? പറയൂ, പ്രിപ്പയർ ചെയ്യാണ് എല്ലാവരും. Education is Education very plays an important thing. important role in our life because day by day the value of education is increasing. Then we know the value of education. കിട്ടുന്നില്ല കുറച്ച്. കിട്ടും പറയൂ പറയൂ. കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, സംസാരിച്ചോളൂ. Nowadays more peoples are becoming more literate. As in our old generation, the numbers of females education is become literate. Now the number of females educations are becoming more than male. Nowadays online educations are there. We can acquire education through different ways, like online education. In that we have already faced that corona time. That time I watched my classes through that online online guide classes of online guide classes. At that time. At that time. ആ സമയത്ത്. So at that time we have no more chance to meet our friends at that tough time. Lot of peoples were lost their jobs due to that pandemic days. അത് പറ്റില്ല. കഴിഞ്ഞോ? ഇത്രയും കിട്ടുന്നുള്ളൂ. മതി. പക്ഷെ എഡ്യൂക്കേഷൻ കൊറോണക്ക് അതെ, കൊറോണയിലേക്ക് പോയി. പല വഴികളിലൂടെയും സഞ്ചരിച്ചു. കുഴപ്പമില്ല കേട്ടോ, സംസാരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഷിഫ്ലർ. Yes, ma'am. Education is not education is very important thing in our daily life, and each very small information is a part of education. അയ്യോ, വേറെ കിട്ടുന്നില്ല. ശരിയാണ്. ആലോചിക്കൂ, വരുന്നുണ്ട്, പറയൂ, ട്രൈ ചെയ്യൂ.
എനിക്ക് ചോദിച്ചാൽ ഒട്ടും കിട്ടില്ല. ശരി ശരി. ശരി. ഗായത്രി ആ മാം. പറയോ? എഡ്യൂക്കേഷൻ എന്തുവാ പറയട്ടെ. പറഞ്ഞോളൂ. Education is a basic need for everyone in the society for a good life. It plays an important role. It plays an important role. It will educate people. പിന്നെന്താ പറയാ? ഞാൻ വിചാരിച്ചു നീ കുറെ നേരം കാണാണ്ടിരുന്നപ്പോ ഞാൻ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ടാവുന്ന വിചാരിച്ചത്, എഴുതി വെച്ചിട്ടൊക്കെ വരുന്നുണ്ടാവും വിചാരിച്ചു. Only educate can bring a valuable life and give a value to our society. Education can protect from us cheating by others. ഓക്കെ ഓക്കെ. വന്നുണ്ട് കേട്ടോ, സംസാരിക്കുന്നുണ്ട്. Okay. Then കീർത്തി. യെസ് മാം. പറയൂ. ഞാനോ? എഡ്യൂക്കേഷനെ കുറിച്ച് പറയോ, അല്ലെങ്കിൽ ഓണത്തെ കുറിച്ച്? Education is a big role in our daily life, and the educated peoples are well developed and career accepts. ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി ആരാ പറയാ? ജിംഷ. Education is a part of my life, our life. The good job, good position in daily life are important. Good education. Then കിട്ടുന്നില്ല എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? അതൊന്ന് കണ്ടുപിടിച്ച് വെക്കട്ടെ. ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ട്രൈ ചെയ്യാം. ട്രൈ എല്ലാവരും ട്രൈ ചെയ്യുന്നത് പറയൂ. അല്ല, അവരൊക്കെ പറഞ്ഞതിന്റെ അത്ര ഒന്നും ഉണ്ടാവില്ല, എന്നാലും എന്തെങ്കിലും. ഓക്കെ, പറഞ്ഞു. Education is the most important role in our life, daily life. പിന്നെ education is improve our knowledge, skills, and personality, and our attitude also. It gives us respect from our family and the society. It make us meaningful to our life. കഴിഞ്ഞോ? It make our life very happiness, prosperous, and meaningful. അത്രയും മതി. ഇനി ആരാ? അഞ്ചു പറഞ്ഞിരുന്നോ? ഇല്ല. അഞ്ചു പറഞ്ഞു. Education is the one of the most important tool. It is a essential part of a student, and it helps to analyze good decision for their life. Making good decision for their life. മ്യൂട്ട് ചെയ്യോ? സോറി മാം, ശ്രദ്ധിച്ചില്ല. Education is a lifelong process. Education is designed to make good decision of students' life, of our life.
What is? Okay. Then ആരാ? മിസ്റ്റർ ഓക്കെ പറയൂ. ഒരുപാടൊന്നും പറയാനില്ല, എല്ലാരും പറഞ്ഞു കഴിഞ്ഞതേ പറയാനുള്ളൂ. Okay, ഞാൻ പറയാം. 2 സെന്റൻസ് പറയാം. Education plays an important role in our life, and it makes more confidence. It helps to achieve a good job. നമ്മളെ personality, it improves our personality. അത്രേ ഉള്ളൂ മിസ്റ്റർ. ഓക്കെ, ഇനി ആരെങ്കിലും? ഇല്ല, അറിയില്ല. ഓക്കെ, if we are doing anything and you are educated in your work, we can give better result. ടൈപ്പ് ചെയ്യാൻ കിട്ടി, പറയാൻ കിട്ടില്ല. പറയാൻ കിട്ടൂല. പറയാം നമുക്ക്. അതിന്റെ പേരാലോ? അടുത്ത ഒരു കാര്യം ചെയ്യൂ, ഒരു ടോപ്പിക് ആയില്ലൊന്ന് പറഞ്ഞേ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് സംസാരിച്ചു നോക്കും. ഏത് ടോപ്പിക് എടുക്കാം? പോയോ എല്ലാരും? ഇല്ല മാം. ടോപ്പിക് ഏതാ? ജോബ് എടുക്കാല്ലേ? ജോബ് മതിയോ? ഓക്കെ. സോഷ്യൽ മീഡിയ എന്തോ? സോഷ്യൽ മീഡിയ മതി. സോഷ്യൽ മീഡിയ മതി, ആകുമ്പോ കൊറേ പറയാൻ കിട്ടും. ഇൻസ്റ്റാഗ്രാം അതൊക്കെ പറയാം. എന്താ ടോപ്പിക്? എന്താ? സോഷ്യൽ മീഡിയയോ ജോബോ എന്തെങ്കിലും ഈ 2 ടോപ്പിക് നോക്കിയിട്ട് വാ. ഓക്കെ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് നോക്കിയാലോ, ഫീമെയിൽസിന്റെ. ആദ്യം ഒരു ടോപ്പിക് ഒന്ന് ഫിക്സ് ചെയ്യൂ. അതെ, ടോപ്പിക് ഒന്ന് ഫിക്സ് ചെയ്യോ. 2-3 ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ടോപ്പിക് ചെയ്തോണ്ട് വരട്ടെ, അതല്ല നല്ലത്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതാ. ഓക്കെ, പ്രിപ്പയർ ചെയ്യണം. മൺഡേ വരുമ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ മാം. മൺഡേ ലീവ് എടുക്കാം. യെസ് മാം. വെറുതെ പറഞ്ഞതാണ്. മൺഡേ ഞാൻ ക്ലാസ് കയറില്ല എന്ന് പറയരുത്. വെറുതെ പറഞ്ഞതാണ്. അപ്പൊ നോക്കി പറയരുത്, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് സംസാരിക്കാൻ റെഡി ആയി വരാം, കോൺഫിഡൻസ് ആയിട്ട് വരാം. എഴുതി വെക്കാൻ പറ്റുമോ പോയിന്റ്സ് ഒക്കെ? എന്തോ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാൻ പറ്റുമോ? പിന്നെ നല്ല രീതിയിൽ സംസാരിക്കാം. എല്ലാവരും ഓക്കെ, 30 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് സംസാരിക്കാൻ നോക്കുക. ഒരു ടോപ്പിക് എടുക്കുക, കംഫർട്ട് ആയിട്ടുള്ള ടോപ്പിക് എടുക്കുക, സംസാരിക്കാം. ഓക്കെ മാം. അതിന്റെ ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ഈശ്വരാ.